വത്തിക്കാനിൽ നടക്കുന്ന ഡിജിറ്റൽ മിഷണറിമാരുടെയും കാത്തലിക് ഇൻഫ്ലുവൻസർമാരുടെയും ജൂബിലി ആഘോഷത്തിനായി റോമിൽ ഒത്തുകൂടിയ നിരവധി പേരിൽ ഒരാൾ മാത്രമാണ് ഫ്രാൻസിൽ നിന്നുമെത്തിയ ബെനോയ്റ്റ് ഗലേബാട്ട്. എന്നാൽ അദ്ദേഹം ലിയോ പാപ്പായ്ക്ക് മുന്നിൽ ഉയർത്തുന്ന ഒരാവശ്യമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിരിക്കുന്നത്. 17,000-ലധികം ഫോളോവേഴ്സുള്ള തൻ്റെ യൂട്യൂബ് ചാനലായ ടു ഡിസിപ്പിൾസിൽ സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകൾ ഈ യുവമാധ്യമ താരം പങ്കിടാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഗലേബാട്ടിന് ഫ്രാൻസിസ് പാപ്പായെ കാണാൻ അവസരം ലഭിച്ചിരുന്നു. ഇപ്പോൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വത്തിക്കാനിൽ നിൽക്കുമ്പോൾ ലിയോ 14 പാപ്പായെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നും ഗലേബാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സാധ്യമായാൽ ഒരു ഡിജിറ്റൽ മിഷണറി എന്ന നിലയിൽ പാപ്പായ്ക്കൊരു നിർദ്ദേശം നൽകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരു മാർപ്പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശനങ്ങളിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി പുതിയ സാധ്യതകൾ തുറന്നു നൽകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അപ്പസ്തോലിക സന്ദർശനം പാപ്പ നടത്തുമ്പോൾ സോഷ്യൽ മീഡിയ വഴി ഡിജിറ്റൽ മിഷണറിമാരെയും യുവാക്കളെയും ഇൻ്റർനെറ്റിലൂടെ അഭിസംബോധന ചെയ്യുകയും അവരുമായി ചോദ്യോത്തര സെഷൻ സംഘടിപ്പിക്കുകയും ചെയ്യണമെന്നും ഗലേബാട്ടിൻ്റെ പദ്ധതിയിലുണ്ട്. ഇത് സാധ്യമായാൽ ഇൻ്റർനെറ്റിലൂടെയുള്ള ഒരു ലോക യുവജന ദിനമായി മാറുമെന്നും ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ തന്നെ ലോകം മുഴുവനുമുള്ള യുവാക്കളെ ആ സമയം ഒരുമിച്ച് ചേർക്കാനും സാധിക്കുമെന്നും ഗലേബാട്ട് പറയുന്നു. വത്തിക്കാനിൽ നിന്നും തൻ്റെ ഈ പദ്ധതിക്ക് പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗലേബാട്ട്. കാലത്തിനനുസരിച്ച് സുവിശേഷവൽക്കരണം നടത്താൻ ഇൻ്റർനെറ്റ് ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പായെ ഡിജിറ്റൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ എത്തിച്ചേർന്നത്.